ഇപ്പോൾ ലഫ്റ്റനന്റ് കേണൽ ശ്രീ ഹേമന്ത് രാജു കൂടി ചേരുകയാണ്. സാർ, ഇവിടെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മണ്ണിനടിയിൽ കിടക്കുന്ന മനുഷ്യരുടെ ജീവനാണ് ഏറ്റവും പ്രാധാന്യം. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോഴൊക്കെയും ഈ പ്രതികരണങ്ങളൊക്കെ വൈകാരികമായി പോകുന്നത്. പക്ഷെ നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ അല്പം കൂടി ദ്രുതഗതിയിലുള്ള ഒരു രക്ഷാദൗത്യം കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നമ്മൾ കണ്ടു. കഴിഞ്ഞു പോയതിനെ പറ്റി ആശങ്കപ്പെട്ടിട്ടോ പരിതപിച്ചിട്ടോ ഒന്നും ഇനി കാര്യമില്ല. പക്ഷേ ഇതുവരെയുള്ള രക്ഷാദൗത്യം അതൊരു ശരിയായ പാതയിലായിരുന്നില്ല എന്ന് കഴിഞ്ഞ 6 ദിവസത്തെ സാഹചര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകുകയാണ്. ഇതിനപ്പുറം മറ്റെന്തായിരുന്നു അവിടെ ചെയ്യാൻ കഴിയുക? ശരിക്കും എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തില് ആദ്യം തന്നെ മണ്ണിടിഞ്ഞ് വീണതിനെ ക്ലിയർ ചെയ്യണമായിരുന്നു. അതിന്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത്, ഇപ്പം ആർമി വന്നാലും ശരി, ഞങ്ങളും ലോക്കൽ സപ്പോർട്ടിനാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആശ്രയിക്കുന്നത്. പക്ഷെ അതിൽ ലീഡർഷിപ്പും അത് എങ്ങനെ കൃത്യമായിട്ട് എവിടുന്നൊക്കെ ഏതൊക്കെ രീതിയിൽ മണ്ണ് പറ്റണം, അത് കുഴിച്ചെടുക്കണം എന്നുള്ളൊക്കെ ഒരു ധാരണ, ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻ കൊടുത്തിട്ട് ആ രീതിയിൽ മുൻപോട്ട് നീങ്ങണം. പിന്നെ നമുക്ക് ഒത്തിരി എക്യുപ്മെന്റ്സ് കാര്യമുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹൈ ഫ്രീക്വൻസി റഡാർ വെച്ച് 30 to 40 meters വരെ ഡെപ്തിൽ മെറ്റൽ ഡിറ്റക്ട് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയുണ്ട്. അതൊക്കെ വെച്ച് ഇതൊക്കെ ആദ്യം ഫസ്റ്റ് ചെയ്ത് ആ ഒരു ടെക്നിക്കൽ രീതിയിൽ ഏകോപിച്ച് കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. സർ, അങ്ങനെ ഒരു സംവിധാനത്തിന് സ്വാഭാവികമായി മുൻകൈ എടുക്കേണ്ടത് ആ സംസ്ഥാനത്തെ സർക്കാരാണല്ലോ, അല്ലേ? അത് അങ്ങനെയാണല്ലോ അതിന്റെ നടപടിക്രമം. അത് ഇവിടെ ഉണ്ടാകാതിരുന്നതാണോ ഇതിപ്പോൾ ഇത്രമേൽ ദുർഘടമാകാൻ കാരണം? നോക്കൂ, ഇന്നിപ്പോൾ 6ാം ദിവസമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അത് ഓരോ സ്റ്റേറ്റിന്റെയും ഏത് രീതി എന്തൊരു ഇഷ്യൂ ഉണ്ടായാലും ഗവൺമെന്റ് ആണ് അതിന് ആക്ഷൻ എടുക്കേണ്ടത്. അത് അവരുടെ ലീഡർഷിപ്പിൽ തന്നെയാണ് നീങ്ങേണ്ടത്. ഇതിനെ നമ്മൾ ഏതൊരു കാര്യത്തെയും അപ്രോച്ച് ചെയ്യേണ്ടത് അതിന്റെ പ്രോപ്പർ ടെക്നിക്കൽ ആസ്പെക്ട്സിലൂടെയാണ്. നമ്മുടെ രാജ്യത്ത് ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഇപ്പം ISRO സംബന്ധിച്ചാണെങ്കിലും ഒത്തിരി അഡ്വാൻസ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ വെച്ച് ഇപ്പം ഞങ്ങളാണെങ്കിലും ഇപ്പം കേരളത്തിലൊക്കെ ഒത്തിരി സ്ഥലത്ത് പല രീതിയിലും ഞാൻ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ആ ഒരു സഹകരണമാണ്. ഒന്നും നോക്കാതെ ഞങ്ങളുടെ കൂടെ എടുത്ത് ചാടുന്ന കുറെ മനുഷ്യരുണ്ട്, ഒന്നും ആലോചിക്കാണ്ട്, സ്വന്തം സേഫ്റ്റി പോലും. അവിടെയാണ് ശരിക്കും ആ ഡിഫറൻസ് ഉണ്ടാവുന്നത്. എനിക്കിപ്പം എന്റെ മനസ്സിൽ വരുന്നത്, നമ്മുടെ പാലക്കാട് ബാബുവിനെ രക്ഷപ്പെടുത്താൻ ഞാൻ പോയപ്പം എന്റെ കൂടെ എന്റെ ടീമിലാകെ 7 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ആ നാട്ടുകാരും ആ നാട്ടില് സ്വന്തം വോളണ്ടിയേഴ്സ് ആയിട്ട്. അതിൽ നമ്മുടെ കരിമ്പ ഷമീർ, അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. നിരവധി സ്ഥലങ്ങളിൽ ഒന്നും ആരും ആവശ്യപ്പെടാതെയും വന്ന് എന്ത് സഹായവും ചെയ്തു തരുന്ന, സ്വന്തം ജീവൻ പോലും എടുത്ത് മാറ്റി നിർത്തിയിട്ട് വരുന്ന കുറച്ച് ആളുകളും അതിന്റെ കൂടെ കുറച്ച് നാട്ടുകാരും ബാക്കി കുറെ സംവിധാനങ്ങളും, അതൊരു വലിയൊരു ഫാക്ടർ തന്നെയാണ്. അതിന് ശരിക്കും ഒരു മനസ്സുണ്ടാവണം. അവിടെയാണ് എല്ലാ ഡിഫറൻസും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ദൗർഭാഗ്യവശാൽ ഇവിടെ അതൊന്നും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നവും, അല്ലേ? നോക്കൂ, ഇവിടെ ഇപ്പോൾ 6000 ടൺ മണ്ണാണ് ഈ റോഡിലേക്ക് ഇടിഞ്ഞു വീണത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. ഇന്നലെ വരെ അവിടെ ഉണ്ടായിരുന്നത് 5 JCB മാത്രമാണ്. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു പദ്ധതി, ഒരു പ്ലാൻ, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് അതാത് സർക്കാരുകളാണ്, സംവിധാനങ്ങളാണ് എന്നൊക്കെ നമുക്ക് ആശ്വസിക്കാമെങ്കിൽ പോലും 6000 ടൺ മണ്ണ് നീക്കം ചെയ്യാൻ കേവലം 4 or 5 JCB മാത്രം ആ സ്ഥലത്ത് കൊണ്ടിടുക എന്ന് പറയുന്നതിലെ ഒരു യുക്തിരാഹിത്യമില്ലേ സാർ? അത് പുറത്തുനിന്ന് നോക്കുന്ന നമുക്ക് പോലും മനസ്സിലാകുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഇതിന് നേതൃത്വം നൽകേണ്ട ഒരു സംവിധാനത്തിന് ഇത് മനസ്സിലാകാതെ പോകുന്നത്? അതോ അവിടെ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണോ? അതിനെക്കുറിച്ച് നേരിട്ട് എനിക്ക് കമന്റ്സ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും, അത് എത്ര ചെറിയ ടാസ്ക് ആയാലും എത്ര വലിയ ടാസ്ക് ആയാലും, ദ ലീഡർഷിപ്പ് ആക്ച്വലി മാറ്റേഴ്സ്. അവിടെ 2 ടൈപ്പ് ലീഡേഴ്സ് ഉണ്ട്. ഒന്ന് ആ ഗ്രൗണ്ടിൽ നിന്ന് അതിന്റെ നേതൃത്വം കൊടുക്കേണ്ട ഒരു ലീഡറും, പിന്നെ ബാക്കി വെളിയിൽ നിന്നും അതിനെ ഗൈഡ് ചെയ്യേണ്ടതും ബാക്കിയുള്ള സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു ലീഡറും. അപ്പൊ 2 ടൈപ്പിൽ നിങ്ങൾക്ക് ഈ കേസിൽ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് എന്താണ് സംഭവിക്കുന്നതെന്ന്. ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് കുറച്ച് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചില ആളുകൾ അവിടെ പോവുകയും നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇടപെട്ടും നമ്മുടെ ഗണേഷ് കുമാർ മിനിസ്റ്ററും ഒക്കെ ഇടപെട്ടും ബാക്കി കുറെ ആളുകളും, എനിക്ക് പേഴ്സണലി ഒത്തിരി ആളുകൾ കേരളത്തിൽ നിന്ന് അവിടെ പോയി നിന്ന് പലതും ചെയ്യുന്നത് അറിയാം. ആ രീതിയിൽ ചെന്ന് ഇപ്പം കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഞാനും പ്രതീക്ഷിക്കുന്നത് കുറച്ചുകൂടെ നാളെ ആർമിയുടെ ആ
ഹൈ ഫ്രീക്വൻസി റഡാറൊക്കെ വന്ന് കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് നോക്കി ISROയുടെ ഇമേജസ് ഒക്കെ നോക്കി കുറച്ചുകൂടെ ബെറ്റർ ആയ രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. സർ, ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ താങ്കൾ ഇന്നിപ്പോഴുള്ള തെരച്ചിൽ കാണുമ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുമ്പോൾ ഈ ആർമിയുടെ ഒക്കെ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും അല്പം കൂടി മുൻപ് കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന റഡാർ അത് 4 മീറ്റർ മാത്രമാണ് അതിന്റെ ഒരു ഫ്രീക്വൻസി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് പോരാ ഈ സ്ഥലത്ത് എന്നുള്ളത് അത് വ്യക്തമാണ്. അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ കുറച്ചുകൂടി മുൻപായിരുന്നെങ്കിൽ എന്നുള്ളത് ഇപ്പോൾ തോന്നുന്നുണ്ടോ സാർ? നോക്കൂ, ഏതൊരു ദുരന്തവും നടന്നിട്ടുള്ള ആദ്യ മണിക്കൂറുകൾ നിർണായകമാണല്ലോ. ഇനിയെങ്കിലും അങ്ങനെയൊന്നും ആവർത്തിക്കപ്പെടാതിരിക്കാൻ അതിനെക്കുറിച്ച് എത്രമാത്രം നമ്മൾ ജാഗ്രതയോടെ അതിനെ കാണേണ്ടതുണ്ട്? ഉറപ്പായിട്ടും. കാരണം എനിക്ക് മനസ്സിലാക്കി കഴിയുന്നത് നമ്മുടെ സ്റ്റേറ്റിൽ അതിന് വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. അത് മാത്രമല്ല ഓരോ സിറ്റുവേഷൻസിലും എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ റിയാക്ട് ചെയ്യണമെന്നും അതിന്റെ ഓരോ SOPസും കാര്യങ്ങളും നമ്മുടെ സ്റ്റേറ്റിൽ അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന്റെ റിഹേഴ്സൽസും നടത്താറുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കാര്യം പെട്ടെന്ന് ഒരു ഒന്നുമില്ലാണ്ട് പെട്ടെന്നൊരു സ്ഥലത്തേക്ക് ചെല്ലുന്ന ഒരു കാര്യം ചെയ്യുന്നതും അതിന് കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ വെച്ചിട്ട് കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് ആ രീതിയിൽ പോകുന്നതിൽ ഒത്തിരി ഡിഫറൻസ് ഉണ്ടാവും. നമ്മുടെ എനിക്ക് പേഴ്സണലി അറിയാൻ കഴിയുന്നത് അതിനൊരു വ്യക്തമായ ഒരു ലീഡർഷിപ്പും ഗൈഡ് ലൈൻസും ആര് ഏത് രീതിയിൽ ഇടപെടണം എന്ന് ഉള്ള വ്യക്തമായ ഒരു കണക്ക് കൂട്ടലും നമ്മുടെ സംസ്ഥാന സർക്കാരിനും ബാക്കി എല്ലാ സംവിധാനങ്ങൾക്കും ഉണ്ട്. അത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. വളരെ നന്ദി. ശ്രീ ഹേമന്ത് രാജ, ലഫ്റ്റനന്റ് കേണലാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ആധികാരികമായി പ്രതികരിക്കുക കൂടി ചെയ്തത്.